ശംഖുപുഷ്പത്തിൻ്റെ ഗ്ലിസറേറ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയത് അത് ശരിയായില്ലായിരുന്നു. പക്ഷേ രണ്ടാമത് ഞാൻ 30% ആണ് ഗ്ലിസറേറ്റുകൾക്ക് പൊതുവേ ഞാൻ എടുക്കാറ്. പക്ഷേ ശംഖുപുഷ്പത്തിന് നമ്മൾ 15% എടുത്താൽ മതി, നല്ല ഗ്ലിസറേറ്റ് കിട്ടും. പിന്നെ ഒരു 1 വീക്ക് അല്ലെങ്കിൽ അത്രയൊക്കെ വെച്ചാൽ മതി. പിന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിടുക, ഉറപ്പ് വരുത്തുക ഫ്ലവർ നന്നായിട്ട് ഗ്ലിസറിനിൽ മുങ്ങിക്കിടക്കുന്നുണ്ടെന്ന്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഇതുപോലെ നല്ല ഗ്ലിസറേറ്റ് കിട്ടും. ഞാൻ 50 ഗ്രാമേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ ടീയും അതുപോലെ തന്നെ ഗ്ലിസറേറ്റും രണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത്? രണ്ടും ടീയും ഗ്ലിസറേറ്റും ഉപയോഗിച്ചിട്ട് ജെൽ ഉണ്ടാക്കുന്നതാണോ അതോ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ജെൽ ഉണ്ടാക്കുന്നതാണോ പ്രിഫർ ചെയ്യുന്നത്? കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. ശംഖുപുഷ്പത്തിൻ്റെ ജെൽ ക്രീം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ ഒരു കളറ്. ആ കളറ് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് നാൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളർ ചേഞ്ച് വരുമോ എന്നൊക്കെ. ഇപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ട് അല്ലെങ്കിൽ അലോവേര ഇതൊക്കെ ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ അതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലേ അറിയുള്ളൂ. പക്ഷേ ഞാൻ ജെൽ ഉണ്ടാക്കി ഇട്ടുള്ളവരുണ്ട്, അവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് കുഴപ്പമൊന്നുമില്ല എന്നാണ്. പക്ഷേ അവർ മിക്കവാറും എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഇതിൻ്റെ ടീയും ഇതൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് എങ്ങനെയാകും എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.